بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, ഖുർആൻ പഠിതാക്കളായ, ഭൂമിയിലെ ഏറ്റവും ഹൈറായവർ എന്ന് റസൂൽ വിശേഷിപ്പിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരല്പസമയം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ഒരു 6 ദിവസം മുമ്പ് എൻ്റെ ഖുർആൻ പഠിതാവായ ഒരു സഹോദരി മരണപ്പെട്ടു. അവർക്ക് 56 വയസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഖുർആൻ എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കി, ആയത്തുകൾ മനഃപ്പാഠമാക്കി, അവിടെ പഠിപ്പിക്കുന്ന ദുആകൾ മനഃപ്പാഠമാക്കി, സംശയങ്ങൾ ചോദിച്ച് പഠിക്കുന്നൊരു സഹോദരി. 5 കൊല്ലം മുമ്പ്, 5 കൊല്ലവും കൃത്യമായി പറഞ്ഞാൽ 5 കൊല്ലവും 6 മാസവും മുമ്പ് അവർക്ക് ക്യാൻസർ ബാധിച്ചു. ഖുർആൻ പഠിതാവായ ഒരു സഹോദരിയാണ്. അദ്ദേഹത്തെ അവരുടെ ഭർത്താവും ഖുർആൻ പഠിതാവാണ്. അവരുടെ വീട്ടിൽ വെച്ചാണ് ആ ക്ലാസ് നടന്നിരുന്നത്. അപ്പം അദ്ദേഹത്തിന്, അവർക്ക് ക്യാൻസർ ബാധിച്ചു. മലദ്വാരത്തിന് ക്യാൻസർ ബാധിച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്ത് ഒരു വയറിൻ്റെ ഒരു ഭാഗത്ത് ബോക്സ് വെച്ച് അതിലേക്കായിരുന്നു മലം വന്നിരുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 6 മാസമാണ് അവർ അന്ന് അവധി പറഞ്ഞത്. 6 മാസം പ്രതീക്ഷിച്ചാൽ മതി ഈ രോഗവുമായി ബന്ധപ്പെട്ട് ജീവിതം, ഡോക്ടർമാരെന്ന് പറഞ്ഞത്. കേരളത്തിലെ പ്രസിദ്ധമായ MBR ആശുപത്രിയിലായിരുന്നു ചികിത്സക്ക് നടത്തിയിരുന്നത്. അവർ 5 കൊല്ലം ജീവിച്ചു. 6 മാസം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം അവർ ജീവിച്ചു. ആ 5 കൊല്ലത്തിൽ 4 കൊല്ലവും അവർ ഖുർആൻ പഠിച്ചു. ഈ ബോക്സ് വെച്ച് അവരൊരിക്കൽ എന്നോട് ചോദിച്ചു, ഉസ്താദെ, ഈ ബോക്സ് വെച്ച ഭാഗത്തേക്ക് ഗ്യാസ് വന്ന് നിറയും, അപ്പം എൻ്റെ ഉളുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അവർ ചോദിച്ചു. ആ ചോദ്യം ഞാനിപ്പോഴും ഓർക്കുകയാണ്. ആ ചോദ്യം അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഈ 5 കൊല്ലം 6 മാസം അവർ ഇബാദത്ത് ചെയ്തു. കഴിഞ്ഞ റമളാനിന്, കഴിഞ്ഞ ഷഅബാൻ അവസാനം റമളാനിൻ്റെ ആദ്യത്തെ 6 ദിവസവും അവരൊരു ഉംറക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഉസ്താദ് ഒന്ന് വരികയാണെങ്കിൽ, ഭാര്യനെയും കൂട്ടി ഒന്ന് വരികയാണെങ്കിൽ വളരെ സന്തോഷമാകുമായിരുന്നു. അപ്പോൾ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ വൈഫിനെയും കൂട്ടി അവരെ കൂടെ ഉംറക്ക് പോയി കഴിഞ്ഞ റമളാനിൽ. അങ്ങനെ അവരെ വീൽ ചെയറിലാണ് ഇരുത്തിയിട്ട് തവാഫ് ചെയ്യിക്കുകയാണ്. അപ്പോൾ അവരെ വീൽ ചെയറിലാണ് ഇങ്ങനെ ഉന്തി, വീൽ ചെയറിൽ തവാഫ് മേലെ കൂടെ അനുവദിക്കുള്ളൂ, മത്താഫിൽ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് അവരെന്നോട് പറഞ്ഞു, അടുത്ത വർഷം റമളാനിൽ ഒരു പക്ഷേ ഞാൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ റമളാനിൻ്റെ തൊട്ട് മുമ്പ് അവർ മരണപ്പെട്ടു. ഞാൻ ഈ സംഗതി നിങ്ങളുമായി ഈ അനുഭവം പങ്കുവെക്കുന്നത് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ മറക്കാതെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർ മരണപ്പെടുമ്പോൾ, മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവർ ചോദിച്ചു, ഞാൻ ഹറമിലാണ്, അവർ മരിക്കുമ്പോൾ ഞാൻ ഹറമിലാണുള്ളത്. അപ്പോൾ ഈ ഞാൻ ഉംറ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ. ഞാൻ വരുന്നതിൻ്റെ തലേ 2 ദിവസം മുമ്പാണ് അവർ മരിക്കുന്നത്.
അപ്പോൾ ഞാൻ ഉംറക്ക് ഒരു 10 ദിവസത്തെ ഉംറക്ക് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ ചോദിച്ചു, പിന്നെ ഉസ്താദ് പോവാണല്ലേ, ഉസ്താദ് ഇവിടെ ഉണ്ടാവൂലേ, വരൂലേ, എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എന്തോ ഒരു വല്ലാത്തൊരു ചോദ്യം പോലെ തോന്നുന്നു. അപ്പോൾ ഭർത്താവ് വിളിച്ച് പറഞ്ഞ സമയത്ത് ളുഹർ നമസ്കാരം കഴിഞ്ഞ് റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്താണ് ഈ വിവരം മരിച്ചു എന്നുള്ള വിവരം വരുന്നത്. ഞാൻ ഉടനെ വൈഫിനെയും കൂട്ടി ഹറമിലേക്ക് പോയി. ഹറമിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ വരണത്. നാട്ടിൽ വന്നു, അവരുടെ ഭർത്താവിനെ സന്ദർശിച്ചു, താസിയത്ത് നടത്തി. അദ്ദേഹത്തെയും കൂട്ടി ഞാൻ അവിടെ ഖബർസ്ഥാനിൽ പോയി. ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മരിക്കുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾ മുമ്പ് വരെ പൂർണ്ണമായ ബോധത്തോടെ, ഈ ക്യാൻസർ രോഗത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, പൂർണ്ണമായ ഓർമ്മയോടെ. ഇപ്പം അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ നെഞ്ചിനൊരു ഭാഗത്തേക്ക് അവളിങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. മൂത്ത മോനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, മോനെ, ഇയാണ് ഉപ്പാനെ നോക്കേണ്ടത്, ഉപ്പാനെ നോക്കേണ്ട ഉത്തരവാദിത്തം തനക്കാണ്, ഉപ്പാനെ നല്ലോണം നോക്കണം എന്ന് മൂത്ത മോനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയണം, ഞാനിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഉറക്കെ പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ അവരിങ്ങനെ ഉറക്കെ പറയണേ, ഉറക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വായിലൂടെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരല്പം നീരിങ്ങനെ അതേപോലെ എൻ്റെ ഷർട്ടിലൂടെ ഇങ്ങനെ ഒഴിച്ചു. പിന്നെ കൈ ഇങ്ങനെ പിടുത്തം വിട്ടു. അതന്നെ മരണം. സഹോദരങ്ങളെ, ഈ അടുത്ത് ഖുർആൻ പഠിതാവായ ഒരു സഹോദരിയുടെ മരണമാണ് ഞങ്ങളെ കേൾപ്പിച്ചത്. നമ്മളൊക്കെ എങ്ങനെയാണ് നമ്മളെ ആഖിബത്ത് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ എങ്ങനെയെന്നുള്ളതല്ല, നമ്മൾ അവസാനം എങ്ങനെയായിരിക്കും. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ മദീന സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ഇവിടെ വന്നത് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഈമാൻ്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മൾ ഇന്ന് സുഖമായി കിടന്നുറങ്ങാവുന്ന, അല്ലെങ്കിൽ ഇന്ന് ഒരുക്കത്തിന് വേണ്ടി നോമ്പിൻ്റെ പേരെന്നെ പറഞ്ഞ് പുറത്തു പോകാവുന്ന ഒക്കെ ആളുകളായിട്ടും നമ്മൾ ഇവിടെ വന്നത് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയോ ഒരു ശക്തമായ ഈമാനിൻ്റെ ഒരല്പ ഭാഗം നിലനിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഈമാനോടെ അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ പൊരുത്തത്തോടെ മരണപ്പെടണമെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അതാണ്, നമുക്കൊക്കെ വേണ്ടത് അതാണ്. നമ്മളോട് ആരെന്ത് ചോദിച്ചാലും നമ്മൾ പറയും, ഈമാൻ കിട്ടി മരിച്ചാൽ മതി നമ്മൾ പറയാം. സഹോദരങ്ങളെ, റബ്ബിനോട് നമ്മളത് ചോദിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് കരഞ്ഞുകൊണ്ട് അവർ പറയും എന്നാണ്. കരഞ്ഞുകൊണ്ട് പറയുമെന്നാണ്, കണ്ണ് നിറച്ചുകൊണ്ട് അവർ പറയും. പരിശുദ്ധ ഖുർആനിൽ കാണാം, വൈദാ സമിഉ മാ ഉൻസില ഇല റസൂലി, റസൂലിനെ ഇറക്കപ്പെട്ടവർ കേട്ടാൽ തറാ അഈനകും തഫീദു മിനദ് ദം, കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നത് വലിയ താങ്കൾക്ക് കാണാം. മിമ്മ അറഫു മിനൽ ഹഖ്, ചില ഹക്ക് അവർക്ക് ബോധ്യപ്പെട്ടതിനാൽ, സത്യം ബോധ്യപ്പെട്ടതിനാൽ. ഈ ആയത്തിങ്ങനെ പറഞ്ഞു വന്നിട്ട് അവർ പറയും, റബ്ബന ആമന്ന ഫക്തുബിന മഅ ഷാഹിദീൻ. ആ വിഷയമാണ് നമ്മൾ ഇന്ന് ആദ്യം കേട്ടത്. ഫക്തുബിന മഅ ഷാഹിദീൻ, ഷഹാദത്തിന് സാക്ഷിയായി, സത്യസാക്ഷ്യം അംഗീകരിച്ചുകൊണ്ട്, ഷഹാദത്ത് കലിമ പറഞ്ഞവനായി, അംഗീകരിച്ചവനായി, അത് ചൊല്ലി മരിച്ചവരുടെ കൂട്ടത്തിൽ എന്നെ ഫക്തുബിന, ഞങ്ങളെ രേഖപ്പെടുത്തണമേ, എഴുതി വെക്കണമേ എന്നാണ്. ഇത് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഈമാൻ കിട്ടി മരിക്കാൻ. ഇത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമെന്നാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള വിഷയത്തിൻ്റെ ആകത്തുകയാണിത്. നമുക്കെല്ലാവർക്കും അറിയാം, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. എത്രയോ കാലമായി നമ്മളിത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് നമ്മൾ കേൾക്കും. അതിന് ശേഷമുള്ളത്, അതിന് ശേഷം ചില പദങ്ങളുണ്ട് സഹോദരങ്ങളെ. അതാണ്
നമ്മൾ തദബ്ബുർ ചെയ്യേണ്ടത്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അറിയാത്തവരായി ആരുമില്ല. അറബി മാസത്തിലെ 9ാമത്തെ മാസമായ റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് നമുക്കറിയാം. ആ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നമുക്കറിയാം. 1000 മാസമല്ല, 1000 മാസത്തേക്കാൾ ഹൈറാണ് എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ അതിനു ശേഷം ഉള്ള വാക്കെന്താണ്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നമ്മൾ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ നിർത്തി. വിഷയത്തിന്റെ മർമ്മം അവിടെയാണ്, അതിന് ശേഷമാണ്. ഹുദൻ ലിന്നാസ്, ഈ ഖുർആൻ ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, ഈ ഹുദയെ വിശദീകരിക്കുന്നതാണ്, ബയ്യിനാത്താണ്. അപ്പൊ എന്തുണ്ടാകും? ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിയും. നമ്മളെ ഏറ്റവും വലിയ ആശങ്ക ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും മുസ്ലിം സമുദായത്തിലെ ഭിന്നിപ്പിന്റെ വിഷയത്തിൽ വിഷമല്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അവൻ മുസ്ലിം അല്ല. എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്? അതിന് മർമ്മപ്രധാനമായ ബാധ്യത ഈ പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ വിശദീകരിക്കുന്നത് കാണാം. ഒറ്റ സമൂഹമായിരുന്നു, ഒറ്റ സമൂഹം, ഭിന്നിപ്പില്ലാത്ത. എന്നിട്ട് അല്ലാഹ് പറയാണ് നബിമാരെ അയച്ചു. എന്റെ ബാക്കി എന്താണെന്നറിയോ? അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലാണ്. കിതാബ് ഇല്ലെങ്കിൽ വഴികേടിലാണ്. അപ്പൊ യഥാർത്ഥമായ വഴി എവിടെ? ഖുർആൻ. നമുക്ക് സംശയം തീരും. സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇത് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്കൊരു ഹക്ക്. ഇപ്പോ സമയം ഉച്ച 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് അല്ലെങ്കിൽ 21 മിനിറ്റ് എത്രയാണോ ഈ സമയം, ഇത് ഹക്കാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മളെ വാച്ചിലേക്ക്, നമ്മളെ ക്ലോക്കിലേക്ക്, മൊബൈലിലേക്ക് നോക്കി ടൈം കൃത്യമാണ്. പിന്നെ ഒരാൾ പറയാം അല്ല 11 മണി ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 മണി ആയി എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കൂല. ഗ്രന്ഥത്തിലേക്ക് നോക്കണം, അത് പഠിക്കണം, എങ്കിൽ സംശയം തീരും. എന്താണ് ദീനിന്റെ വിഷയത്തിൽ ഇത്രമാത്രം ചർച്ചകൾ നടക്കാൻ കാരണം? ദീൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആഖിറം. അള്ളാഹുവിന്റെ റസൂൽ രാവിലെയും പകലും പ്രാർത്ഥിക്കുന്നതിന് പ്രാർത്ഥന ഉണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയാണ്, റസൂൽ ഒരു പകലും ഉപേക്ഷിക്കാത്ത, ഒരു വൈകുന്നേരം ഉപേക്ഷിക്കാത്ത ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ. ബാക്കി ഇനിയുമുണ്ട്. ഇവിടെ ഫിദ് ദുനിയ വൽ ആഖിറ, ദീനി വ ദുനിയായ, അതെന്താണെന്ന് വിശദീകരിക്കുമ്പോൾ, സമാനമായ മറ്റ് പ്രാർത്ഥനകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഖുർആൻ ആയത്ത് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ അഫവും ആഫിയത്തും ദീനിലും ദുനിയാവിലും ആഖിറത്തിലും എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ദീന് സഹോദരങ്ങളെ നമ്മൾ ആഖിറാണ്. ദീന് നമ്മൾ ആഖിറമാണ്. എങ്കിൽ നമ്മൾ ആഖിറം നഷ്ടപ്പെട്ടു പോകും ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ദീനാണ് വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ആഖിറം നഷ്ടപ്പെട്ടു പോകും. ദീന് പ്രമാണമാണ്. ദീന് എന്താണ്? ദീൻ പ്രമാണമാണ്. ദീനിന്റെ ഒന്നാമത്തെ പ്രമാണം ഏതാ? ഖുർആനാണ്. ആ ഖുർആൻ അറിയില്ലെങ്കിൽ ദീൻ അറിയില്ല. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ പറയാൻ പറ്റുമോ നമുക്ക്? എന്നും പ്രഭാതത്തിൽ പറയണം ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ദീൻ അറിയാത്തവനായി പോകുന്നു, ആഖിറം നഷ്ടപ്പെട്ടവനായി മാറും. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഇസ്മായിൽ സാഹിബ് പറഞ്ഞൊരു വിഷയം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം സുമറിൻ്റെ ക്ലാസ്സിന്
ഞാനൊരു വ്യക്തിയെ പറഞ്ഞെന്ന് ആർക്കും തോന്നരുത്. സുമലിൻ്റെ ക്ലാസ്സിന് അദ്ദേഹം ഇസ്ലാമിക് സെൻറ്ററിൽ വന്നു. അദ്ദേഹം വന്ന ആദ്യത്തെ ക്ലാസ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അവർ എടുത്ത ആയത്ത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ എന്ന ആയത്താണ്. ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലഹും യത്തഖൂൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സംശയം ചോദിച്ചു എന്നോട്. ഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിലുള്ള ഖുർആൻ, ഗൈറ ദീ ഇവജിൻ, ഇവജ് ഉള്ളതല്ലാത്ത, ലഅല്ലഹും യത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാൻ വേണ്ടി. എന്തിനാ നോമ്പ്? കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലഅല്ലക്കും തത്തഖൂൻ ഖുർആനൻ അറബിയ്യൻ ഗൈറ ദീ ഇവജിൻ ലഅല്ലക്കും യത്തഖൂൻ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ ഗൈറ ദീ ഇവജിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഖുർആനൻ അറബിയൻ, ഖുർആനൻ ഒരു ഖുർആൻ, അറബിയൻ അറബി ഭാഷയിലുള്ള ഖുർആൻ, ഗൈറ ദീ ഇവജിൻ ഇവജ് ഉള്ളതല്ലാത്ത, ഇവജ് എന്ന് പറഞ്ഞാൽ വക്രതാണ്, ഗൈറ ദീ ഇവജിൻ ഇവജ് ഉള്ളതല്ലാത്ത ഖുർആൻ. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, അത് ഖുർആനാണോ അറബി ഭാഷയാണോ എന്ന് ചോദിച്ചു. ഖുർആനൻ അറബിയൻ ഗൈറ ദീ ഇവജ്, ഈ ഗൈറ ദീ ഇവജ് എന്ന് പറഞ്ഞാൽ ഖുർആനാണോ അത് അറബി ഭാഷയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധിക്കണം, ഖുർആന്റെ തദബ്ബുർ നമ്മൾ ചിന്തിക്കണം, ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് നമ്മൾ ആലോചിക്കണം, ഹദീസുകൾ കൊണ്ട് ആലോചിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ സംശയം ഖുർആനിലെ മറ്റൊരായത്ത് കൂടി ഞാൻ തീർത്തു തരാം. ഏതാണ് ആ ആയത്ത്? എല്ലാവർക്കും കാണാപ്പാടമുള്ള ഒരു ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ, വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാ. എന്തിന്? നോക്ക് നിങ്ങൾ, അൽഹംദുലില്ലാ എന്നത് സഹോദരങ്ങളെ അഫ്ളലു ദുആയാണ്, അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞ അതേ ഹദീസിലാണ് അഫ്ളലു ദുആ അൽഹംദുലില്ലാ. എന്താ കാരണം? സ്വർഗ കവാടം തുറന്ന് അത് കടക്കുമ്പോൾ ആദ്യമായിട്ട് കടക്കുന്നവർ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. ഖുർആനിൽ പല സ്ഥലത്ത് കാണാം, അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന, അൽഹംദുലില്ലാഹില്ലദീ സദഖന വഅദഹു, പലതും കാണാം. അതിലൊക്കെ തുടക്കം അൽഹംദുലില്ലാ എന്നാണ്. ഇവിടെ പറയുന്ന അൽഹംദുലില്ലാ നാളെ സ്വർഗ കവാടത്തിൽ പറയാൻ, സ്വർഗ കവാടം നമുക്ക് മുന്നിൽ തുറക്കപ്പെട്ട് ആ സ്വർഗ കവാടത്തിൽ പറയാൻ ഇവിടെ പറയുന്ന അൽഹംദുലില്ലാ അവിടെ എത്തണം. അതാണ് അഫ്ളലു ദുആ. അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, തന്റെ അടിമക്ക് ഈ കിതാബ് ഇറക്കി, ആ കിതാബ് ഇറക്കി കൊടുത്തോൻ അൽഹംദുലില്ലാ. എല്ലാ വെള്ളിയാഴ്ചയും എത്ര പേർക്ക് അറിയുന്നത്? അൽകഹ്ഫ് ഓതുന്നവർക്ക് വരെ. ഭക്ഷണം സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞു, അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞു. ഭക്ഷണം കഴിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അൽഹംദുലില്ലാ അല്ലദീ അത്അമ വസഖ വസവ്വറഹു വജഅല ലഹു മഖ്റജ. ദഹിപ്പിച്ചു, വിസർജ്യമായി പുറത്തുപോയി. നമ്മൾ പറയാ എങ്കിലും അടുത്ത ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ. അൽഹംദുലില്ലാ അത്അമ വസഖ വസവ്വറഹു, അത് ദഹിപ്പിച്ചു, വജഅല ലഹു മഖ്റജ. ഭക്ഷണം കഴിച്ചപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എങ്കിൽ അൽഹംദുലില്ലാ അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് പറയാൻ പറ്റുമോ നമുക്ക്? നിന്റെ അടിമക്ക് ഈ ഗ്രന്ഥം ഇറക്കിക്കൊടുത്ത പടച്ചവരെ, നിനക്കാണ് സർവസ്തുതിയും. ഈ ഗ്രന്ഥം നമ്മുടെ മനസ്സ് നിറക്കേണ്ട ഗ്രന്ഥമാണ്, നമ്മളെ ഹൃദയത്തെ തൊടേണ്ട ഗ്രന്ഥമാണ്, ഹൃദയത്തെ സ്പർശിക്കേണ്ട ഗ്രന്ഥമാണ്. ഒരു ഇമാമിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ, ഇൻഷാ അല്ലാഹ് നമ്മൾ തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. ഇവിടെ ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുമ്പോൾ മരണത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് കേട്ടാൽ, നരകത്തിന്റെ ശിക്ഷയുടെ ഭീകരതയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ കേട്ടാൽ കണ്ണ് നിറഞ്ഞിരുന്നവരുണ്ടായിരുന്നു ഖുർആനിന്റെ പഠിതാക്കളായ സ്വഹാബത്ത്. നമുക്ക് സഹോദരങ്ങളെ ഒരു നിമിഷം, ഒരു ദിവസമെങ്കിലും ഒരായത്ത് കേട്ടിട്ട് നമ്മളെ ഹൃദയത്തെ ടച്ച് ചെയ്ത് കണ്ണുനീര് വന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ ആയത്ത് ഓതി കേൾപ്പിച്ചത്, അവർ ഖുർആൻ കേട്ടപ്പോൾ
അവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് കണ്ടു എന്നാ. കാരണം ഹക്ക് ബോധ്യപ്പെട്ടതിനാൽ. നമുക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. ഈ ഗ്രന്ഥം ഇറക്കി അല്ലാഹു, അൽഹംദുലില്ലാഹ്, വലം യജഅൽ ലഹു ഇവജ, അവൻ അതിന് ഇവജ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ മനസ്സിലായി, ഇവിടെ വൈറദി ഇവജ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആനാണ്. ആ വൈറദി ഇവജ് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആനാണ്. അതിന് ഇവജില്ല എന്നാണ്. അതെങ്ങനെ മനസ്സിലായി? മറ്റൊരായത്ത് കൊണ്ട് മനസ്സിലായി. അതേതാണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജ. സഹോദരങ്ങളെ, ഖുർആനിനെ നമ്മൾ ഇങ്ങനെ പഠിക്കണം. ഖുർആനിനെ തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ മനസ്സ്. ഒരു റമദാൻ വരികയാണ്. ഈ റമദാൻ ഒരു പക്ഷേ നമ്മൾ ആയുസ്സിൽ അവസാനത്തെ റമദാൻ ആവാം. പലർക്കും അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ റമദാൻ. അപ്പോൾ നന്നാകണം, മാറണം, നമ്മുടെ ചിന്ത മാറണം, നമ്മുടെ സ്വഭാവം മാറണം, പെരുമാറ്റം നന്നാവണം, നമ്മുടെ ഇടപാടുകൾ നന്നാവണം. ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട് എങ്കിൽ എങ്ങനെ നന്നാവുക? ശരീരം നന്നാവുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം ഉണ്ടായി, നല്ല കായിക ബലമുണ്ടായി, മസിൽ പവർ ഉണ്ടായി, രോഗങ്ങളൊക്കെ മാറി, അതാണ് ആരോഗ്യം അല്ലേ? അങ്ങനെ നന്നാവലാണോ? തടി നന്നാവലാണോ? അല്ല. നന്നാവണം. എങ്ങനെ നന്നാവണം? യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. കിതാബ് പഠിക്കലാണ്, പഠിപ്പിച്ചുകൊണ്ട്, ഹിക്മത്ത് പഠിപ്പിച്ചുകൊണ്ട് അവരെ സംസ്കരിച്ചു. ആര്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നാക്കി, അവർ മാറി. അപ്പൊ ഖുർആൻ പഠിക്കണം, എങ്കിൽ മാത്രമേ മാറാൻ കഴിയുള്ളൂ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഈ റമദാനിനോട് നീതി പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വരുന്ന നോമ്പിനോട് കൂറ് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഖുർആനിനോട് നീതി പുലർത്താതെ, ഖുർആനിനോട് കൂറ് പുലർത്താതെ ഒരു നോമ്പില്ല. എന്തിനാണ് ഒരു കാര്യം പറഞ്ഞത് എങ്കിൽ ആ കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ കാര്യം വെറുതല്ലേ? അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കണം. അത് നമ്മളെ മാറ്റും, നമ്മളെ ജീവിതത്തെ മാറ്റും, നമ്മളെ ചിന്താഗതിയെ മാറ്റും, നമ്മളെ പ്രവർത്തനത്തെ മാറ്റും. ചരിത്രം അതല്ലേ? ഏറ്റവും ദുഷിച്ച ഒരു സമൂഹം അല്ലെ? അങ്ങനെ നമ്മൾ 6-ാം നൂറ്റാണ്ടിനെ പറഞ്ഞത്. എല്ലാ തിന്മകളും കൊണ്ടും നിറക്കപ്പെട്ടൊരു സമൂഹം റസൂലുള്ളാഹി മാറ്റി ഖുർആൻ കൊണ്ട്. എന്നിട്ട് ഖൈറുന്നാസി ഖർനി, ലോകത്ത് എന്നും ആർക്കും മാതൃകയായി പറയാൻ പറ്റിയ സമൂഹമേതാ? ഈ ഖുർആൻ കൊണ്ട് മാറിയ ആദ്യകാല സമൂഹം. ആ ആദ്യകാല സമൂഹം എന്തൊന്നുകൊണ്ട് മാറിയോ അതുകൊണ്ട് മാത്രമേ അവസാന കാലം മാറുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മാറാൻ ഖുർആനിലേക്ക് വരല്ലാതെ മറ്റൊരു മാർഗമില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വേവലാതികളും ഒരുപാട് ആവലാതികളും ഒക്കെ നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പരിഹാരം തേടുന്നവരാണ് നമ്മൾ. സ്വസ്ഥമായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഞാൻ നേരത്തെ ഖുർആൻ പഠിതാക്കളെ ഒരു അനുഭവം ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്, അറിയപ്പെട്ട ഒരു ബിസിനസ്സുകാരനാണ്. 6 മാസം ഡോക്ടർമാരെ അവധി പറഞ്ഞിട്ട് 5 കൊല്ലം കൂടി ജീവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പഠിതാവായ ആ ഭർത്താവിൻ്റെ പരിചരണം മരിക്കുന്ന സമയത്ത് വരെ ആ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ കൈ അങ്ങനെ വിട്ടിട്ടുണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഭാര്യയെ നോക്കിയത് അദ്ദേഹം മാറിയിരുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് കിട്ടിയ ഇൽമ് എന്താണെന്നറിയോ? എനിക്കെല്ലാറ്റിനേക്കാളും വലിയത് എനിക്കെൻ്റെ മക്കളെ തന്ന എൻ്റെ പെണ്ണാണ്, ഭാര്യയാണ്. അവൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കച്ചവടം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് പലതും മാറ്റിവെച്ചിട്ട് ആ ക്യാൻസർ ബാധിതയായ ഭാര്യയെ നോക്കാൻ, പരിചരിക്കാൻ വേണ്ടി അദ്ദേഹം സമയം കണ്ടെത്തി. ഭാര്യയ്ക്ക് വേണ്ടി മാറിയാണ്. ഇത് എവിടുന്ന് കിട്ടി? ആർക്ക് പറ്റും? സഹോദരങ്ങളെ, ഖുർആൻ നൽകുന്ന ഈമാനാണത്, ഖുർആൻ നൽകുന്ന തഖ്വയാണത്, ഖുർആൻ നൽകുന്ന ഖുശൂ ആണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഏതൊരു രംഗത്തേക്കും, നമ്മളെ കുടുംബ രംഗമാവട്ടെ,
നമ്മുടെ വ്യക്തി ജീവിതമാകട്ടെ, നമ്മുടെ സ്വഭാവമാകട്ടെ. എൻ്റെ സ്വഭാവം ശരിയല്ല. പലരും പറയുന്നുണ്ട്, അറിയാം എനിക്ക്. എൻ്റെ മൂക്കിൻ്റെ തുമ്പത്താണ് ദേഷ്യം. വീട്ടിൽ പല പ്രശ്നം അതുകൊണ്ടുണ്ട്. എൻ്റെ കച്ചവട സ്ഥാപനത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്, പണിക്കാർ നിൽക്കുന്നില്ല, പലരും പോവുകയാണ്. കാരണം എൻ്റെ സ്വഭാവം ശരിയാണ്. നല്ലൊരു പണിക്കാരനായിരുന്നു, അയാൾ പോയി. കാരണം എന്താ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ആ ദേഷ്യം കൊണ്ടാണ് അയാൾ പോയത്. അപ്പം ഉണ്ടെങ്കിൽ എൻ്റെ കച്ചവടത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു. എനിക്കറിയാം എൻ്റെ സ്വഭാവം ശരിയല്ല എന്ന്. എനിക്ക് അങ്ങനെ കുറേ കുറവുകളുണ്ട്, ന്യൂനതകളുണ്ട്, ഒരുപാട് അപജയങ്ങളുണ്ട്. സഹോദരങ്ങളെ, മാറാൻ കഴിയും. അത് അള്ളാഹു നൽകുന്ന ഉറപ്പാണ്. അള്ളാഹു നൽകുന്ന ഉറപ്പാണ്. ആ ഉറപ്പ് എങ്ങനെ? കേവലം ഒരു അവകാശവാദമല്ല, സത്യസന്ധമായ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യമാണ്. എങ്കിൽ നമുക്കും പറ്റും. ഇത് കേട്ട് ഇവിടെ നിന്ന് ലോക്യം പറഞ്ഞ് ഭക്ഷണം കഴിച്ച് സന്തോഷം പങ്കിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ച്, കഴിഞ്ഞ വർഷം ഇതേപോലെ ഈ യോഗത്തിൽ നമ്മൾ തമ്മിൽ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല, കുടുംബ വിശേഷങ്ങൾ ചോദിച്ച് ഒക്കെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതിന് പകരം ഒരു തീരുമാനം എടുത്ത് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. സ്നേഹത്തോടെ, ഏറെ സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് പറയാനൊരു ഉപദേശമാണ്. ഖുർആനിൻ്റെ പഠിതാവാകും ഈ 4 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ പഠിതാവാകും കുടുംബസമേതം എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരിൽ ഏറെയും, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരിൽ ഭൂരിപക്ഷവും ഇതിലേതെങ്കിലും ഒരു ക്ലാസ്സിൽ വരുന്നവരാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് അണ്ണാനഗറിലെ നമ്മളെ സൂറത്ത് യാസീനിൻ്റെ ക്ലാസ്സിലാണ്. ഇന്ന് നമ്മുടെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാവായ ഒരു സഹോദരൻ എനിക്ക് അയച്ചു തന്ന ഒരു കുറിപ്പ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. നമ്മുടെ ഖുർആൻ ക്ലാസ്സിലെ പഠിതാവായ ഒരു സഹോദരൻ കൃത്യമായി ഈ 4 ക്ലാസ്സിലും പങ്കെടുക്കുന്ന, 4 ക്ലാസ്സിലും കൃത്യമായി പങ്കെടുക്കുന്ന, അതും നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്ത് അതിൽ പങ്കെടുക്കുന്ന ഒരു പഠിതാവായ നമ്മുടെ ഒരു സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ എനിക്ക് എഴുതി വിട്ടൊരു കാര്യം ഞാൻ അവിടെ വായിക്കുകയാണ്. അദ്ദേഹം പറയും, സൂറത്ത് സുമർ 2016 തുടങ്ങിയത്. 2016 സൂറത്ത് സുമർ നമ്മുടെ സെൻറ്ററിൽ തുടങ്ങിയത്. ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആയത്ത് 38-ാമത്തെ ആയത്താണ്. 2016 എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലമായി ആലോചിക്കണം. സൂറത്ത് സുമറിലെ 38-ാമത്തെ ആയത്താണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകത്തിൽ ഈ 38 ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് 3000-ലധികം ആയത്താണെന്ന് അദ്ദേഹം എഴുതി വിട്ടത്. 6000-ൽ പരം ആയത്ത ഖുർആനിൽ മൊത്തമുള്ളത്. 3000-ൽ പരം ആയത്തുകളാണ് അവിടെ സൂറത്ത് സുമറിൻ്റെ 2016 മുതലുള്ള ക്ലാസ്സിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എന്ന് അദ്ദേഹത്തിൻ്റെ വോയിസിലുണ്ട്. ഇങ്ങനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഖുർആനിലെ മൊത്തം ആയത്തുകളെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സാക്ഷ്യപ്പെടുത്തിയിട്ട് പോകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിൻ്റെ വോയിസിൻ്റെ മൊബൈലിലുണ്ട്. അവിടെ പഠിപ്പിച്ചത് 50 പ്രാർത്ഥനകളാണ് പഠിപ്പിച്ചത്. നിത്യജീവിതത്തിലെ 50 പ്രാർത്ഥന. അതിൽ ഈമാൻ കിട്ടി മരിക്കാനുള്ള പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള 4 പ്രാർത്ഥനകൾ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള 3 പ്രാർത്ഥനകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ ഇസ്മായിൽ സാഹിബ് പറഞ്ഞല്ലോ, പ്രാർത്ഥനയില്ലാതെ പരിഗണിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. ചോദിക്കാൻ റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുന്നവരാകണം. 50 പ്രാർത്ഥന നോട്ട് പുസ്തകത്തിൽ എഴുതിയെന്നല്ലോ, കാണാതെ പഠിച്ചു എന്നാണ് നമ്മൾ പറയുന്ന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഈ പ്രാർത്ഥനയുടെ കൂട്ടത്തിലേക്ക് പ്രസക്തമായ അനിവാര്യമായും പ്രാർത്ഥിക്കേണ്ട 50-ലധികം പ്രാർത്ഥനകൾ പഠിച്ചു എന്നാണ് പറഞ്ഞത്. സൂറത്ത് യാസീന് 11-10-2020 തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. 11-10-2020 തുടങ്ങിയത് സൂറത്ത് യാസീൻ. അവിടെ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് 13-ാമത്തെ ആയത്താണ്. 13 ആയത്താണ് പഠിച്ചത്. അവിടെ 1000-ലധികം ആയത്തുകൾ ഈ 13 ആയത്തിൻ്റെ വിശദീകരണമായിട്ട് പഠിച്ചിട്ടുണ്ട്. 33 പ്രാർത്ഥനയും അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ അത് തുടങ്ങിയത് 20-12-21 20-12-21 സൂറത്ത് മുഅ്മിൻ അടയാറിൽ തുടങ്ങിയത്. അവിടെ 200 ആയത്ത്, 5 പ്രാർത്ഥന. 11-ാമത്തെ ആയത്താണ് പഠിപ്പിക്കുന്നത്. സൂറത്ത് മുഅ്മിനിൽ 11-ാമത്തെ ആയത്താണ് പഠിപ്പിക്കുന്നത്. അതിൽ 200 ആയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, 5 പ്രാർത്ഥന അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിഹ MMA തുടങ്ങിയത്
2022 ഫെബ്രുവരി മാസമാണ്. അവിടെ ഫാത്തിഹയിൽ പഠിപ്പിക്കണം. ഇപ്പോൾ വൈലിൽ മഹബൂബി അലിയാണ്. ഇവിടെ സുജീർ സാഹിബ് അതിൻ്റെ വിശദീകരണം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 5 പ്രാർത്ഥന അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. 5 പ്രാർത്ഥന MMAയിൽ. ഇതൊരു സ്ഥിരം പഠിതാവ് അയച്ചതാണ്. അത് ഞാൻ അവിടെ വായിച്ചെന്നേ ഉള്ളൂ. സഹോദരങ്ങളെ, വൈലിൽ മഹബൂബി അലൈഹിം വലല്ലാഹി എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ പറയും. ഈ ആമീന് നമ്മളെ ആമീൻ നമുക്കെതിരെ തന്നെ. മുന്നിൽ നിൽക്കുന്നവൻ്റെ ആമീൻ, ഇമാമിൻ്റെ ആമീൻ നമുക്കെതിരിലായി. എങ്ങനെ? അള്ളാഹുവിൻ്റെ ഗളബിന് കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മുൻ വേദഗ്രന്ഥക്കാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരുടെ പ്രത്യേകത വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണെന്നുള്ള അഹ്ലു കിതാബാണ്. ഒരു കിതാബിൻ്റെ ആൾക്കാരാണ്. അവരെ പറ്റി അള്ളാഹ് പറയാ കഴുതകളെ പോലെയെന്ന്. അള്ളാഹ് പറയാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അള്ളാഹ്ക്കെല്ലാവരും അടിമകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹ് വിളിക്കുന്ന വിളി എന്താ? യാ ഇബാദിയല്ലദീന അസ്റഫൂ എന്നാണ്. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പൊന്നു അടിമയെന്നല്ല, തെറ്റുകളുടെ കൂമ്പാരങ്ങൾ ചെയ്ത എൻ്റെ അടിമകളെ, യാ ഇബാദി. എന്നിട്ടും അള്ളാഹ് എൻ്റെ അടിമകളെ എന്നാണ് വിളിച്ചത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശപ്പെടരുതെന്ന്. തിന്മകളെ കൂമ്പാരം ചെയ്ത ആൾക്കാർ അള്ളാഹ്ക്ക് എല്ലാവരും അടിമകളാണ്. എന്നിട്ടും അള്ളാഹ് അഹ്ലു കിതാബിലെ ഒരു വിഭാഗത്തെ വിളിക്കുകയാണ് കഴുതകളെ പോലെ. ഹുമ്മിലു തൗറാത്ത്, തൗറാത്ത് അവർ വഹിപ്പിക്കപ്പെട്ടു. ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെ. എന്താ സഹോദരങ്ങളെ? ഹൃദയത്തിൽ തൊടാതെ പോകരുത്, ഹൃദയത്തിൽ തട്ടാതെ പോകരുത്. റഹ്മാനായ റബ്ബ് നമുക്ക് മക്കളെ തന്ന, നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ഇന്ന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നമുക്ക് തന്ന, ഇന്നും മാപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്ന റബ്ബ്, എന്നും നമ്മൾ രാത്രിയും പകലും മാപ്പിനെ ചോദിക്കുന്ന റബ്ബ്. നിങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, ഒരു നിമിഷ നേരം ഈ ഭൂമിയിൽ മനുഷ്യന്മാരുണ്ടാവൂല. മനുഷ്യൻ ചെയ്യുന്ന തെറ്റ്, നെറികേടുകൾ, തിന്മകൾ കാരണം പിടികൂടുകയാണെങ്കിൽ വയഅഫു അൻ കസീർ, മിക്കതും അല്ലാഹ് മാപ്പാക്കാന്നാ പറഞ്ഞത്. ആ മാപ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചോൻ എന്ന മാപ്പിലാ നമ്മൾ ജീവിക്കുന്നത്. മുൻ തലമുറയെ അള്ളാഹു തആല പാട് നശിപ്പിച്ചു. അവരെ കൊട്ടാരങ്ങൾ തകർന്നുപോയി, അവിടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അവർക്ക് മക്കളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടു. മിനൽ ഖുറൂൻ. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എത്ര സ്ഥലത്താ പടച്ചവൻ ചോദിച്ചെന്നറിയോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അവരൊക്കെ നശിപ്പിക്കപ്പെട്ടത് വ്യത്യസ്ത കാരണങ്ങളായിരുന്നു. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചവർ, വഞ്ചന കാണിച്ചവർ, ചതിച്ചവർ, സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ലൈംഗികമായ ചേട്ടയ്ക്ക് വിധേയമാക്കിയവർ, ഷിർക്ക്, അള്ളാഹുവിന് പുറമെ ഖബറുകൾ ആരാധിച്ചവർ, വ്യക്തികളെ ആരാധിച്ചവർ, അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് പകരം പല കേന്ദ്രങ്ങളിലും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അള്ളാഹ് നശിപ്പിച്ചില്ലേ മുൻ തലമുറയെ? എങ്കിൽ ഈ തലമുറയിൽ അതെല്ലാം ഉണ്ട്. ഇന്ന് 2 മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് കോടതിയുടെ അനുമതിയോടുകൂടി ദമ്പതികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വവർഗരതിക്ക് അനുവാദമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, വ്യവസായിക രംഗത്ത് ചതിയും വഞ്ചനയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിർക്ക് വ്യാപകമായ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ തലമുറയെ നശിപ്പിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഒരുപോലെ സമ്മേളിച്ച ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടും എന്തേ ഇന്ന് നേരം പുലർന്നത്? പലരും രാത്രി കിടന്നുറങ്ങിയിട്ട്, അള്ളാഹ് ഖുർആനിന്റെ ശൈലി അതാണ്, നേരം പുലർന്നിട്ടില്ല, പുലർന്ന പ്രഭാതം വൈകുന്നേരമായിട്ടില്ല. ഖുർആനിൽ അള്ളാഹ് പറയാ, എന്നിട്ടും എന്തേ നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? വയഅഫു അൻ കസീർ, മിക്കതും അള്ളാഹ് മാപ്പാക്കാണ്. അള്ളാഹിന്റെ മാപ്പിലാണ് സഹോദരങ്ങളെ നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്.
മറക്കാൻ പാടില്ല. എങ്കിൽ ആ അഹ്ലി കിതാബ് ആലോചിക്കണം. നമ്മൾ അള്ളാഹ് വിളിച്ച വിളി എന്താണെന്നറിയോ? കഴുതകൾ. റഹ്മാനായ റബ്ബ് ഒരു സമൂഹത്തെ വിളിച്ച വിളി ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ. ഈ വിളി നമുക്ക് ബാധകമാണോ? ഈ ചോദ്യം ഹൃദയത്തിൽ വെച്ച് പോണം സഹോദരങ്ങളെ. അള്ളാഹ് കഴുത എന്ന് വിളിച്ച ഈ വിളി, ഗ്രന്ഥം ചുമക്കുന്ന കഴുത എന്ന് പറഞ്ഞാൽ പള്ളിയിലുണ്ട് ഗ്രന്ഥം, നമ്മളെ വീട്ടിൽ അലമാരയിലുണ്ട് ഖുർആൻ. നമ്മൾ വലിയ ഖുർആൻ നോക്കി വാങ്ങിയിട്ടുണ്ട്, ഭംഗിയുള്ള ഖുർആൻ നോക്കി വാങ്ങിയിട്ടുണ്ട്. ഒരു വിരലിന്റെ ഒരറ്റത്തിന് വലിപ്പമുള്ള ചെറിയ ഖുർആൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ ഒരു വ്യക്തിയെ എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും ചെറിയ ഖുർആൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന്. ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയതാണ്. ഗ്രന്ഥങ്ങൾ ഉണ്ട് നമ്മളെ വീടുകളിൽ. ഈ ഗ്രന്ഥം തുറന്നു നോക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ ഹാള് നമുക്കനുകൂലമായും പ്രതികൂലമായും സാക്ഷിയായി നാളെ വരും. ചെന്നൈയിലെ 4 കേന്ദ്രങ്ങൾ, ആ 4 സ്ഥലങ്ങൾ ഈ ചെന്നൈയിൽ നമ്മൾ ജീവിച്ചിട്ട് നമുക്കനുകൂലമായും പ്രതികൂലമായും സാക്ഷിയായിട്ട് വരും. ഏത് വേണമെന്ന് നമ്മൾ തിരഞ്ഞെടുക്കണം. നോമ്പിനെ കുറിച്ച്, ഖുർആനിനെ കുറിച്ച് റസൂൽ പറഞ്ഞ വാക്ക് ആവർത്തിച്ചു പറഞ്ഞത് ശുപാർശയായി വരും, സാക്ഷിയായിട്ട് വരും. എന്തായിരിക്കും ഓരോരുത്തരും തീരുമാനിക്കുക, ഓരോരുത്തരും ആലോചിക്കുക. നമുക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നാളെ സാക്ഷിയായിട്ട് വരിക എന്ന് ചിന്തിക്കാം. ഓതി തീർക്കാനല്ല ആണോ? ഓതിയാൽ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. പക്ഷേ ഖുർആൻ പറഞ്ഞത് അത് പഠിക്കണമെന്നാണ്. റഹ്മാനായ റബ്ബ് അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ പഠിപ്പിച്ചു. 56 തവണ ഖുർആനിൽ അർ റഹ്മാൻ ഉണ്ട്, 114 തവണ അർ റഹീം ഉണ്ട്. അർ റഹീം അലിഫ്ലാമില്ലാത്തൊരു റഹീം ഉണ്ട്, 115 അപ്പം. അത് റസൂലിനെ പറ്റി പറഞ്ഞതാണ്. അലിഫ്ലാമുള്ള അർ റഹീം 56 നേരത്തെ ഖുർആനിലുള്ളത്. അല്ലമൽ ഖുർആൻ അർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു ആയത്ത് നമ്പർ കഴിഞ്ഞു. സൂറത്തുൽ റഹ്മാനിലെ ആയത്ത് നമ്പർ 1, ഒരൊറ്റ വാക്ക് അർ റഹ്മാൻ, ആയത്ത് തീർന്നു. ഒരായത്താണത്, ഒരു സൂറത്തിലെ ഒരായത്ത് അർ റഹ്മാൻ. ഒന്നും പഠിക്കാനില്ലേ? അലിഫ്ലാമീം പോലെയാണോ? അലിഫ്ലാം റ പോലെയാണോ? തോഹ യാസിൻ പോലെയാണോ? ഹറൂഫുൽ മുഖത്തഴയാണോ? അക്ഷരങ്ങളാണോ? അർത്ഥമില്ലാത്ത വാക്കാണോ? അല്ലല്ലോ. അർ റഹ്മാൻ, ഒന്നും പഠിക്കാനില്ലേ? ഒരായത്ത് തീർന്നില്ലേ? അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. മനുഷ്യനെ പഠിച്ചു, വിശദീകരണം പഠിപ്പിച്ചു. അല്ലമഹുൽ ബയാൻ, പഠിപ്പിച്ചവനാണ് റഹ്മാൻ. മക്കത്തെ മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചിട്ടില്ല അള്ളാനെ റഹ്മാനാണെന്ന്. നമ്മളും അംഗീകരിക്കാൻ നമുക്കും പറ്റൂല. ഖുർആൻ പഠിക്കാത്തവന് അള്ളാഹു റഹ്മാനാണെന്ന് അംഗീകരിക്കാൻ പറ്റുമല്ലേ? നിങ്ങൾ സ്വന്തം ഒന്ന് ചോദിക്കുക. മക്കത്തെ മുശ്രിക്ക് അള്ളാഹു അർ റഹ്മാനാണെന്ന് അംഗീകരിച്ചിട്ടില്ല. അർ റഹ്മാൻ എന്ന് അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ഇവിടെ നേരത്തെ അസ്മാഉൽ ഹുസ്ന പറഞ്ഞപ്പോ, ആയത്തുകൾ ഓതിയപ്പോ പറഞ്ഞല്ലോ, ഒരു ഹദീസ് പറഞ്ഞല്ലോ, ആരെങ്കിലും വമൻ അഹ്സാഹ ദഖലൽ ജന്ന. എന്താ അങ്ങനെ പറയാൻ കാരണം? വെറുതെ ഇങ്ങനെ ഇന്ന സ്വർഗത്ത് പോകുന്നല്ല പറഞ്ഞത്, മറിച്ച് പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. അല്ലമഹുൽ ബയാൻ, അതാണ് ബയാൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുണ്ട്, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, മനോഹരമായ വർത്തമാനം, സുന്ദരമായ വർത്തമാനം അള്ളാഹു നസ്സല ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ, അതൊരു ഗ്രന്ഥമാണ്. മുതശാബിഹൻ മസാനിയ, ആവർത്തിച്ചു പറയുന്ന. ആയത്ത് മുഴുവനും കേൾക്കണം, ഖുർആൻ ഇസ്തിമായി ചെയ്യണം, എങ്കിലേ റഹ്മത്ത് കിട്ടുള്ളൂ. വേറെ ഒന്നും ആലോചിക്കാൻ പാടില്ല, അശ്രദ്ധമായിട്ട് ഇരിക്കാൻ പാടില്ല. കാരണം
ഫൈദാ ഖുരിഅ അലൈഹിൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു. നിശബ്ദമായിരിക്കണം. ഖുർആനാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. ഇസ്തിമാ വേണം. ഇസ്തിമാ എന്ന് പറഞ്ഞാൽ സമ്മും ബസറും ഫുആദും ഒരുമിക്കുന്ന പ്രക്രിയയാണ് ഇസ്തിമാ. സം അല്ല, ഇസ്തിമാ വേണം. ഫസ്തമിഉ ലഅല്ലക്കും തുർഹമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ റഹ്മത്തിനെ അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ, അത് നേടിയെടുക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ ഖുർആൻ നമ്മൾ പഠിക്കണം. അപ്പൊ ഖുർആൻ തദബ്ബുർ ചെയ്യണം. യതദബ്ബറുൽ ഖുർആൻ അമല ഖുലൂബിൻ അഖ്ഫാലുഹ. അത് പൂട്ടിരിക്കാനാണ് ചോദിച്ചത്. സഹോദരങ്ങളെ, ഉള്ളിലുള്ളത് പുറത്തു പോകണം. നന്നാവണമല്ലോ. നന്നാവണം എന്ത് വേണം? ഉള്ളിലുള്ള പലതും പുറത്തേക്ക് പോകണം. പുറത്ത് നിൽക്കുന്ന പലതും ഉള്ളിലേക്ക് വരണം. തുറന്നാലേ പറ്റുള്ളൂ. ഈ വാതിൽ അടച്ചു, പൂട്ടിട്ടു. ഉള്ളിലുള്ളവർക്ക് പുറത്തു പോകാനും പറ്റില്ല, പുറത്തുള്ളവർക്ക് അകത്തടക്കാനും പറ്റില്ല. അല്ലാഹ് ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആന, ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, ഹൃദയത്തെ പൂട്ടിരിക്കുകയാണ്. എന്താ കാരണം? അം അലാ ഖുലൂബിൻ, കേട്ടോളൂ, ഒന്ന് തദബ്ബുർ ചെയ്യേ, മറക്കണ്ട ആയത്തിന്. അം അലാ ഖുലൂബിൻ, ഹൃദയം. എന്താ ഹൃദയത്തിനകത്ത്? എന്താ ഹൃദയത്തിനകത്ത്? ഫീ ഖുലൂബിഹിം മറദുൻ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. ഹൃദയത്തെ പൂട്ടിരിക്കുകയാണോ? ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ? ഫീ ഖുലൂബിഹിം മറദുൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയാ, ഹൃദയത്തിനകത്ത് രോഗമുണ്ട്. ആ രോഗത്തിന്റെ പ്രത്യേകത എന്താ? സാദഹും, അത് വർദ്ധിക്കും. ഹൃദയത്തിനകത്തെ രോഗം എന്താ? ഹൃദയത്തിനകത്തെ രോഗം എന്താ? ഷിർക്ക്, കുഫ്ർ, നിഫാഖ്, ഫുസൂഖ്, ഇസ്യാൻ. ഷിർക്ക് അറിയാം, കുഫർ അറിയാം, ഫുസൂഖ് വേണ്ടാത്ത തരം ചിന്തകൾ, നിഫാഖ് കാപട്യം, ഇസ്യാൻ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കല്. പറഞ്ഞതുപോലെ അനുസരിക്കാൻ കഴിയില്ല. ഇതൊക്കെ ഉള്ളിലുണ്ട്. എന്ത് വേണം? ഇത് പുറത്തു പോകണം. പുറത്തു പോകണമെങ്കിൽ ഇത് തുറക്കണം. പുറത്തെന്താ ഉള്ളത്? പുറത്തു നിൽക്കുന്നത് ഖുശൂഅ്, ഖൗഫ്, തഖ്വ, ഈമാൻ, ഇഖ്ലാസ്. ഈമാൻ പുറത്താണ്, ഉള്ളിലേക്ക് വരണം. ഇഖ്ലാസ് പുറത്താണ്, ഉള്ളിലേക്ക് വരണം. തഖ്വ പുറത്താണ്, ഉള്ളിലേക്ക് വരണം. ഖുശൂ പുറത്താണ്, ഉള്ളിലേക്ക് വരണം. എന്ത് വേണം? തുറന്നു കൊടുക്കണം. എങ്ങനെ തുറക്കല്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അപ്പൊ തുറന്നു കൊടുക്കുക, ഹൃദയം തുറക്കുക, ഖുർആനെ തദബ്ബുർ ചെയ്യുക. ഹൃദയത്തിലേക്ക് ഖുർആൻ വന്നപ്പോഴാണ് സ്വഹാബികൾ മാറിയത്. അവരുടെ ആദ്യകാല അനുഭവം ജാഹിലിയത്ത് മുഴുവനുണ്ടായിരുന്നു. ജാഹിലിയത്ത് കുഴിച്ചു മുടപ്പെട്ടു, ജാഹിലിയത്ത് വലിച്ചെറിയപ്പെട്ടു. എന്നിട്ട് അതെല്ലാം ആ ശിർക്കും കുഫറും നിഫാഖും ഇസ്യാനും ഒക്കെ പുറത്താണ്ട് പോയിട്ട് തഖ്വയും ഖുശൂഉം മുതക്കൾ ഉള്ളിലേക്ക് വന്നു. എങ്ങനെ? ഖുർആനെ തദബ്ബുർ ചെയ്തപ്പോൾ. വേറൊന്നും വേണ്ട. ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അണ്ണാ നഗറിലെ ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും ആളുകൾ കൂടി വരികയാണ്. അള്ളാഹു അവർക്ക് അവരുടെ കുടുംബത്തിനും ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. എന്താ കാരണം എന്നറിയോ? ഒരു പബ്ലിസിറ്റിയും അല്ല, ഒരു പബ്ലിസിറ്റിയും അല്ല. വരികയാണ് ഒന്ന് രണ്ടാളുകൾ, മനസ്സറിഞ്ഞ് വന്ന ആളുകൾ ബാക്കിയുള്ളവരെ വിളിക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, പോരിട്ടോ, വരിട്ടോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ആ വിളിക്കുന്ന വിളി കേട്ട് കുറേ വട്ടമൊക്കെ വിളിക്കുമ്പോൾ പിന്നെ അങ്ങനെ പോകാതിരിക്കുക എന്ന് വിചാരിച്ച് വന്ന പല ആൾക്കാരും വന്നതിന് ശേഷം പിന്നെ അവർ അതിൻ്റെ പ്രചാരകരായിട്ട് മാറി. അങ്ങനെയാണ് ഈ ഒരു ക്ലാസ് സഹോദരങ്ങളെ 4 ക്ലാസ്സായിട്ട് മാറിയത്. ഇവിടെ നമ്മുടെ അണ്ണാ സെൻറ്ററിലെ ക്ലാസ്സിൽ വന്ന ഇസ്മായിൽ സാഹിബും അതുപോലെ തന്നെ ജലീൽ സാഹിബും അതുപോലെയുള്ള റസാഖ് സാഹിബിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവിടെ വന്ന് അവർ പറഞ്ഞു, അണ്ണാനഗറിൽ കുറേ ഫാമിലി ഉള്ള സ്ഥലം, അവിടെ നമുക്കൊരു ക്ലാസ് തുടങ്ങണം, ഇതുപോലുള്ള ക്ലാസ് തുടങ്ങണം. അവിടെ തുടങ്ങി. അടയാറിൽ മർഹൂം സറൂഖ് സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാൻ സെൻറ്ററിലൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരായത്ത് സുമറിലെ ഒരായത്തിൻ്റെ വിശദീകരണത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിലെ ഒരു ആയത്ത് വന്നതാണ്. ആ ആയത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സൂറത്തുൽ മുഅ്മിനൂന് ഒരു പ്രത്യേകത ഉണ്ട്. ഈമാൻ കിട്ടി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട സൂറത്താണ്. ആ സൂറത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്ന റബ്ബി ഗഫിർ വർഹം വ അൻത ഖൈറു റാഹിമീൻ, മഗ്ഫിറത്തും മർഹമത്തും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മനസ്സിലതുണ്ട്. അദ്ദേഹം പറഞ്ഞു, പിന്നെ അടയാറിൽ നമുക്കൊരു ക്ലാസ്, അവിടെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, അടയാറിലൊരു ക്ലാസ് വെക്കണം, അവിടെ മുഅ്മിനൂൻ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവിടെ മുഅ്മിനൂൻ തുടങ്ങി.
കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു, 2 കൊല്ലത്തോളം. അതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് വിധേയനായി അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹം ഇന്ന് അള്ളാഹുവിൻ്റെ റഹ്മത്തിലാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ കൂട്ടത്തിൽ ഖുർആൻ പഠിതാക്കളായ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. പല ആളുകളും മരണപ്പെട്ടു പോയി. ചെന്നൈയിലുള്ള ആളുകൾ തന്നെ ഖുർആൻ പഠിക്കാൻ വന്നിരുന്ന ആളുകൾ. അള്ളാഹു അവർക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഓരോരുത്തർ ഓരോ ക്ലാസ്സിൽ വന്നിട്ട് അവർ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ടാണ്. അണ്ണാന്തക്കളുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇസ്മായിൽ സാഹിബിൻ്റെ വീട്ടിൽ ഒരു ക്ലാസ് വെച്ചു. ആ ക്ലാസ് വെച്ചപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ആ ക്ലാസ് തുടങ്ങിയത്. MMA-യിൽ കുറേ കുട്ടികൾ പഠിക്കാൻ വരുന്നു. അതിൻ്റെ സാരഥികളായ നാസർ സാഹിബും അതുപോലെ തന്നെ റഷീദ് സാഹിബൊക്കെ പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞ ആ കുട്ടികൾക്ക് അവരിങ്ങനെ വന്ന് കുറേ പഠിക്കുന്നവരും ജോലിക്ക് പോകണമല്ലോ, അവർക്കൊക്കെ എന്തെങ്കിലും ദീന് കിട്ടണം. അപ്പം അതിന് അവിടെ ഒരു ക്ലാസ് തുടങ്ങണം. എങ്കിൽ ഫാത്തിഹ സൂറത്ത് തന്നെ ആവട്ടെ. അങ്ങനെയാണ് അവിടെ ഫാത്തിഹ സൂറത്ത് തുടങ്ങിയത്. ഓരോന്നും ഓരോരുത്തരുടെയും ആവശ്യപ്രകാരം അനുഭവത്തിലൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിച്ചു നോക്കുക, പഠിക്കുന്നവരോട് ചോദിക്കുക. സമയം കണ്ടെത്താത്തവരും വരാൻ കഴിയാത്തവരും മാറി നിൽക്കുന്നവരും ഇടക്കിടക്ക് മാത്രം വരാൻ പറ്റുന്നവരുമൊക്കെ അവരോടൊക്കെയും സ്നേഹത്തോടു കൂടി ഞാൻ പറയാണ്. ഞാൻ പറയും, ഇവിടുന്ന് പോകും, നിങ്ങളും ഇത് കേട്ട് നിങ്ങളും പോകും. നമ്മുടെ സമയം, നമ്മുടെ മരണം, നമ്മുടെ ആഖിറം, നമ്മുടെ പരലോകം, ഖബർ, ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ഒറ്റക്കാണ്. നമ്മൾ ചിന്തിക്കണം. അള്ളാഹു തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 1-2 ആയത്തുകൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് തദബ്ബുർ ചെയ്യേണ്ടവർക്ക് തദബ്ബുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സമയം നമുക്ക് 2 മണിയാണ് ഭക്ഷണത്തിന് നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷെ 2 മണി വരെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അള്ളാഹ് ഒരു 10-15 മിനിറ്റ് സമയം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്ന വലിയല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്സാലിഹീൻ. സൂറത്ത് അഅറാഫിലെ 196-ാമത്തെ ആയത്ത്. അഅറാഫിലെ 196. ഇന്ന വലിയ അല്ലാഹ്. റസൂൽ പറയാണ്, നബിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുക, തീർച്ചയായും എൻ്റെ വലിയ അള്ളാഹുവാണ്, എൻ്റെ സഹായി, എൻ്റെ രക്ഷാധികാരി അള്ളാഹുവാണ്. ഏതല്ലാഹു? അല്ലദീ നസ്സലൽ കിതാബ. സുബ്ഹാനല്ലാഹ്. അല്ലദീ നസ്സലൽ കിതാബ. ഈ കിതാബ് ഇറക്കിത്തന്ന, ഈ ഖുർആൻ ഇറക്കിത്തന്ന അള്ളാഹുവാണ് എൻ്റെ വലിയ. വഹുവ യതവല്ല സ്വാലിഹീൻ. സ്വാലിഹീങ്ങൾ സംരക്ഷണം ഏൽക്കുന്നത് അവനാണ്. ഏത് ഘട്ടത്തിലും നമ്മളൊക്കെ പറയും, റബ്ബന വജഅൽ ലനാ മിൻ ലദുൻക വലിയൻ വജഅൽ ലനാ മിൻ ലദുൻക നസീറ. നിന്റെ അടുക്കൽ നിനക്കൊരു വലിയനെ ഏർപ്പാടാക്കിക്കൊണ്ട് പടച്ചോനെ, ഒരു സഹായി ഏർപ്പാടാക്കിക്കൊണ്ട് പടച്ചോനെ എന്ന് മുസ്തദഅഫീങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഖുർആനിലുണ്ട്. ഒരുപാട് അള്ളാഹിന് ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മൾ. നമ്മളെ പൊന്നു മകൾക്കൊരു രോഗം വന്നപ്പോൾ നട്ടെല്ല് തകർന്ന് കിടന്നു. പെട്ടെന്ന് നടക്കുന്നൊരു കുട്ടി നടക്കാതെയായി. ചെന്നൈയിൽ വെച്ചിട്ട് ഒരു സഹോദരൻ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, ഓടി നടന്നിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് നടക്കാതെയായി, തളർന്നുപോയി. ഡോക്ടർമാർ പറഞ്ഞു, ചെറിയൊരു ഇളക്കം കിട്ടിയാൽ നമുക്ക് അതുമേലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മറന്നിട്ടുണ്ടാവില്ല ഈ കൂട്ടത്തിലുള്ള പലരും. ചെറിയൊരു ഇളക്കം കിട്ടിയാൽ. ഖുർആൻ പഠിതാക്കളായ എല്ലാവരും പ്രാർത്ഥിച്ചു. അദ്ദേഹം ഖുർആൻ പഠിതാവാണ്. ഇവിടെ വന്നു, ക്ലാസ്സിൽ വന്നു, പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടിയ അദ്ദേഹത്തിൻ്റെ മറുപടി, ഒരു ചെറിയ ഇളക്കം കിട്ടിയിട്ടുണ്ട്, ഡോക്ടർമാർ വളരെ പ്രതീക്ഷയിലാണ്. പിന്നീട് ഓരോ ഘട്ടങ്ങൾ കടന്നു പോയി. ആ കുട്ടി സാധാരണ നടക്കുന്നത് പോലെയായി. നമ്മളെ ചെന്നൈയിലൊരു ബിസിനസ്സുകാരൻ്റെ മകള്. നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹ് വേണം, നമുക്ക് സഹായിയായി, രക്ഷാധികാരിയായി നമുക്ക് റബ്ബ് വേണം. നമ്മൾ പറഞ്ഞാൽ അല്ലാഹു തആല ഒരിക്കലും തട്ടിമാറ്റൂല. ഒരു ഖുർആൻ പഠിതാവ്, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അള്ളാഹിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു തട്ടിമാറ്റൂല. ആയത്താണിത്. എൻ്റെ റബ്ബ്, എൻ്റെ സഹായിയായ
എന്റെ രക്ഷാധികാരിയായ റബ്ബ്, റസൂലിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുക, അല്ലദീ നസ്സലൽ കിതാബാന. അള്ളാഹ്ക്ക് എന്തൊക്കെ വിശേഷണങ്ങളുണ്ട്, അള്ളാഹിനെ പറ്റി എന്തൊക്കെ പറയാം. ഇവിടെ വലിയ അല്ലദീ നസ്സലൽ കിതാബ്, ഈ കിതാബ് ഇറക്കി തന്ന അള്ളയാണ്. ഇതിന്റെ വിശദീകരണങ്ങൾ വായിച്ചു നോക്കൂ. ഇതിന്റെ വിശദീകരണത്തിൽ കാണുന്ന ഈ ആയത്തിനെ നമ്മൾ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന ചില ആയത്തുകൾ കാണാം. അല്ലാഹു വലിയുല്ലദീന ആമനു. ശ്രദ്ധിക്കണം, ഇനി പറയുന്നത് അൽ ബഖറയിലെ 257. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. അല്ലാഹു വലിയുല്ലദീന ആമനു, ഈമാനുള്ളവന്റെ വലിയ അല്ലാഹ്. യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, സകലവിധ അന്ധകാരങ്ങളിൽ നിന്നും ഒരു പ്രകാശത്തിലേക്ക് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. ഈ സംഗതി എന്താ? ഇത് ചിന്തിക്കണം കേട്ടോ ഞാൻ പറയുന്നത്. ഇന്ന വലിയ അല്ലാഹുല്ലദീ നസ്സല, എന്റെ വലിയ ഈ ഗ്രന്ഥം ഇറക്കിയവനാണ് അള്ളാഹു. വേറെ സ്ഥലത്ത് പറ, സൂറത്ത് അൽ ബഖറയിൽ ആയത്തുൽ കുർസിയിന് ശേഷമാണ് ഈ ആയത്ത്. അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ. ഈ ളുലുമാത്തി ഇലൻ നൂർ ഏതിനെ പറ്റിയാ? ളുലുമാത്തി ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ബോധിപ്പിച്ചു കൊണ്ടുവരുന്ന അള്ളാഹുവാണ് സത്യവിശ്വാസികളെ വലിയ. ഈ യുഖ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്താ? സൂറത്ത് ഇബ്രാഹിമിന്റെ ആദ്യത്തെ ആയത്ത്. സൂറത്ത് ഇബ്രാഹിമിന്റെ ആദ്യത്തെ ആയത്ത് അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ. സുബ്ഹാനല്ലാഹ്. അലിഫ് ലാം റാ കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, സകലവിധ അന്ധകാരങ്ങളിൽ ഒരൊറ്റ പ്രകാശത്തിലേക്ക് ജനങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവരുന്നവൻ. അപ്പൊ ളുലുമാത്തി ഇലൻ നൂർ എന്ന് പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ്. അപ്പൊ എന്തതിന്റെ അർത്ഥം? ഈ വലിയ ഖുർആൻ ഇറക്കിയ റബ്ബ്, ഖുർആനാകുന്ന നൂറ് ഇറക്കിയ ളുലുമാത്തിൽ രക്ഷപ്പെടുത്തുന്ന റബ്ബ്, ആ റബ്ബാണ് മുഅ്മിനീങ്ങളെ വലിയ. ഇവിടെയും അള്ളാഹു ആർക്ക് സഹായി? അള്ളാഹുവിന്റെ സഹായം ആർക്ക്? ഡോക്ടർമാര് പറഞ്ഞ ഘട്ടല്ലേ സഹോദരങ്ങളെ, കോടികൾ നഷ്ടപ്പെട്ടിട്ട്, ലക്ഷങ്ങൾ നഷ്ടം വന്നിട്ട് നമ്മളെ കണ്ണ് നിറഞ്ഞിട്ടില്ല. കാരണം നമ്മളൊരു ബിസിനസ്സുകാരനാണ്, നമുക്കറിയാം ഈ നഷ്ടം എങ്ങനെ നികത്താമെന്ന്, അല്ലേ? മകൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആശുപത്രിയിൽ എത്തിച്ച് വിവരമറിഞ്ഞ് നമ്മൾ ചെന്നു. വെന്റിലേറ്ററിലേക്ക്, ആ റൂമിലേക്ക് ഓടിക്കടക്കാനാണ് നമുക്ക് മോഹം. പക്ഷെ തടഞ്ഞു, കടക്കാൻ പറ്റൂല. സ്വന്തം മോളാ കിടക്കണത്, സ്വന്തം മകനാണ് കിടക്കുന്നത് ICUവിൽ, ശ്വസിക്കാൻ കഴിയുന്നില്ല, യന്ത്ര ഉപകരണങ്ങൾ വെച്ച് കിടക്കുകയാണ്. ഉള്ളിലേക്ക് കിടക്കാൻ പറ്റൂല. ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ നോക്കിക്കോളൂ, നമ്മൾ നോക്കുകയാണ്, കരയാണ് അവിടെ നിന്ന്. നമുക്ക് എവിടേക്കും കൊണ്ടുപോകാം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. എവിടേക്കും കൊണ്ടുപോകാം, ഞാൻ എത്രയും ചെലവാക്കാം, രക്ഷപ്പെട്ടാ മതി. പൊന്നു മോനാണ്. ഡോക്ടർമാർ പറയാണ് തലച്ചോറിലേക്ക് രക്തം ഇറങ്ങി കട്ടയായിട്ടുണ്ട്, രക്ഷപ്പെടുന്നൊരു പ്രതീക്ഷയില്ല, പ്രാർത്ഥിച്ചോളി, ദ്വാരന്തോളി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മാത്രം നമുക്കാവശ്യമായി വരുന്ന ഒരു സമയമുണ്ടെന്ന് ഓർക്കണം. നമ്മൾ അള്ളാഹ് വിളിച്ചാൽ ഉത്തരം നൽകും റബ്ബ്. നിങ്ങൾ അള്ളാഹിന്റെ കലാമ് കൈകളിൽ എടുക്കുന്നവനാണോ? അള്ളാഹിന്റെ കലാമ് കേൾക്കുന്നവനാണോ? അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്നവനാണോ? നിങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ, നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ, നിങ്ങളെ കണ്ണീര് റബ്ബ് കേൾക്കും, കണ്ണീര് റബ്ബ് കാണും. നിങ്ങളെ മനസ്സിന്റെ രോദനം റബ്ബ് കേൾക്കും, വേദന റബ്ബ് അറിയും. അള്ളാഹിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടും, ഒരു സംശയവും വേണ്ട. ഖുർആനിനെ അവഗണിച്ചവനാണോ? സമയം കണ്ടെത്താത്തവനാണോ? എല്ലാം നൽകിയ റഹ്മാനായ റബ്ബിന്റെ മുഴുവൻ റഹ്മത്തും അനുഭവിച്ചിട്ട്, നിഅമത്തും അനുഭവിച്ചിട്ട്, അള്ളാഹ് പൂർത്തിയാക്കി തന്ന നിഅമത്ത്, അത്മംതു അലൈക്കും നിഅമത്തി, അള്ളാഹ് തന്ന ഫളില്, അള്ളാഹ് തന്ന ഔദാര്യം, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, സന്തോഷിച്ചോളി. അള്ളാഹിന്റെ ഫളിലാണ് ഖുർആൻ, അള്ളാഹിന്റെ റഹ്മത്താണ് ഖുർആൻ, സന്തോഷിച്ചു കൊള്ളുക എന്ന് ഖുർആൻ സൂറത്ത് യൂനുസിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് രക്ഷ പടച്ചോൻ മാത്രം വരുന്നൊരു സമയമുണ്ട്, ഒരു വിളിയുണ്ട്. ആലോചിക്കണം നമ്മൾ.
കരഞ്ഞിട്ടൊരു ഉമ്മ വിളിച്ചു പറഞ്ഞു, 18 വയസ്സുള്ള മകളാണ്, കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് 18 വയസ്സുള്ള മോളാണ്. ആ മകൾക്ക് മുഖത്തിങ്ങനെ ഒരു ചെറിയ കളർ മാറ്റം വന്നു. പിന്നീട് അതിങ്ങനെ പ്രചരിച്ചു വന്നു. അതിങ്ങനെ വലുതായി ശരീരത്തിലേക്കൊക്കെ പടരാൻ തുടങ്ങി. ഡോക്ടർമാരൊക്കെ കാണിച്ചു, സ്കിൻ സ്പെഷ്യലിസ്റ്റുമാരൊക്കെ കാണിച്ചു, ആയുർവേദവും അലോപ്പതിയൊക്കെ കാണിച്ചു. മാസങ്ങളായി മാറ്റമില്ല. ഇതിങ്ങനെ വരികയാണ്. സുന്ദരിയായ ഒരു മകള് ഇത് മുഖത്തേക്ക് ഇങ്ങനെ വരിക. വെള്ളപ്പാണ്ടാണെന്ന് സംശയം. തൊലിപ്പുറത്ത് വന്ന ഒരു നിറമാറ്റം. ആ നിറമാറ്റത്തെ കുറിച്ച് പറഞ്ഞ് ഉമ്മ കരയാണ്. എൻ്റെ മോള്, അവളെ ഭാവി. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക. റബ്ബ് നാളെ പറയുന്നുണ്ട്, നമ്മളെ പൊന്നുമക്കളുടെ തൊലികൾ നരകത്തിലിട്ട് കരിക്കും പടച്ചോൻ. തൊലികൾ കരിച്ച് പകരം തൊലികൾ നൽകും. ഒരു തൊലിപ്പുറത്തെ നിറമാറ്റം നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മാന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഈ തൊലികൾ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സുനല്ലാഹ മാ അമറഹും. അള്ളാന്റെ കൽപ്പന മാത്രം നിറവേറ്റുന്ന കഠിന ഹൃദയരായ പരിക്കന്മാരായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ഒരു നരകമുണ്ട്. ആ നരകത്തിലിട്ട് നമ്മളെ മക്കളെ പടച്ചോൻ കരിക്കും. അള്ളാഹ് പറയാണ്, നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെ മക്കളെയും നരകശിക്ഷയിൽ നിന്ന് കാക്കണം. കുടുംബനാഥന്മാർക്കുള്ള അള്ളാഹിന്റെ താക്കീതാണ്. എന്തുകൊണ്ടാണ് വേദന ഇല്ലാത്തത്? തൊലിപ്പുറത്ത് നിറം മാറിയപ്പോൾ സങ്കടപ്പെട്ട് നമുക്ക് നരകത്തിലെ ഇട്ട് തൊലികൾ കരിച്ച് പകരം തൊലികൾ മാറി നമ്മളെ പൊന്നുമക്കളെ ശിക്ഷിക്കുമെന്ന് അള്ളാഹ് പറഞ്ഞപ്പോ എന്താ നമ്മളെ മനസ്സ് വേദനിക്കാതെ പോയത്? ആലോചിക്കണം. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. അള്ളാഹിന്റെ സഹായം നമുക്ക് ആവശ്യമായി വരും. വല്ലാഹു വലിയുൽ മുത്തഖീൻ. സൂറത്ത് ജാസിയയിലെ 19, 45-19. അല്ലാഹു വലിയുൽ മുത്തഖീൻ. ഇന്ന വലിയ അല്ലാഹുല്ലദീ നസ്സലൽ കിതാബ്. അല്ലാഹു വലിയുല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുത്തഖീൻ. അല്ലാഹ് ആരെ വലിയ? ആരെ സഹായി? മുത്തഖീങ്ങളെ സഹായി. ആരാ മുത്തഖീങ്ങൾ? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ഈ ഖുർആനാകുന്ന സത്യത്തെ സത്യപ്പെടുത്തിയവരാരാണോ അവരാണ് മുത്തഖീങ്ങൾ. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വല്ലാഹു വലിയുൽ മുത്തഖീൻ. ഖുർആൻ പഠിക്കുന്നവരാണ് മുത്തഖീൻ. ആ മുത്തഖീങ്ങളെ വലിയാണ് അല്ലാഹു സഹായിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാൻ മാസം നമ്മൾ അഹ്ലൻ റമദാനിനെ സ്വാഗതം ചെയ്യാണ്. നമ്മളെ മനസ്സ് ഇപ്പോൾ നോമിൻ്റെ അഹ്കാമുകൾ, അതിൻ്റെ വിധിവിലക്കുകൾ ഒക്കെ വളരെ മനോഹരമായി നമുക്കിവിടെ പറഞ്ഞു തന്നു. നമ്മളതൊക്കെ കേട്ടു, നമ്മളതൊക്കെ പഠിച്ചു മനസ്സിലാക്കി. ഇപ്പം നമ്മളെ മനസ്സിലൊക്കെ ഒരു നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് എന്താണ്? നല്ല നോമ്പുകാരനാവണം. ന്യൂനതകളില്ലാത്ത, എന്തിനാണ് മുങ്ങിയാ നോമ്പുറിയോ, പിന്നെ ഗുളിക കുടിച്ചാൽ നോമ്പുറിയോ, കഫ ഇറങ്ങിയാൽ നോമ്പുറിയോ, ഇതൊക്കെ നമ്മൾ ചോദിച്ചു. നമ്മളൊക്കെ മനസ്സിൽ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ പിന്നിൽ ഒരു ഈമാനാണ്. വെറുതെ ചോദിച്ചതല്ല ഈ ചോദ്യമൊന്നും. എന്താണ് ഈമാൻ? എൻ്റെ നോമ്പിനൊരു കോട്ടവും സംഭവിക്കരുത്, എൻ്റെ നോമ്പിന് ഒരു ന്യൂനതയും ഉണ്ടാവരുത്. ചോദിക്കാൻ വേണ്ടി ആരും ചോദിച്ചിട്ടില്ല. ആരും ചോദിച്ചിട്ടില്ല. ഓരോ ചോദ്യത്തിൻ്റെ പിന്നിലും ഉള്ളത് എൻ്റെ നോമ്പ് പാഴായിപ്പോയിരുന്നുള്ളതാണ്. എങ്കിൽ സഹോദരങ്ങളെ, അതിൻ്റെ കൂടെ നമ്മൾ എടുക്കേണ്ട തീരുമാനമാണ്, എന്തുകൊണ്ടാണ് ഷാബാനിൽ നിർബന്ധാക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഷവ്വാലിൽ നിർബന്ധാക്കാതിരുന്നത്? റമദാനിൽ നിർബന്ധാക്കിയത് എന്തുകൊണ്ടാണ്? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതുകൊണ്ട് ഞാൻ ഖുർആൻ പഠിക്കും, ഖുർആൻ പഠിക്കുന്നവനായി മാറും എന്നൊരു പ്രതിജ്ഞ നമ്മൾ ഇവിടുന്ന് എടുക്കണം. അള്ളാഹിൻ്റെ ആൾക്കാരാകുക. നമ്മൾ ആരെ സഹായിക്കുക? ആദ്യം സഹായിക്കുക?
സ്വന്തക്കാരൻ അല്ലേ? നമ്മൾ ആദ്യം സഹായിക്കൽ നമ്മളെ സ്വന്തക്കാരെയാണ്. സഹായിക്കുന്നതിൽ ആത്മാർത്ഥത കൂടുതൽ ആരെയാണ്? സ്വന്തക്കാരെ. സ്വന്തക്കാരെ സഹായിക്കുന്നതിന് അത്ര ആത്മാർത്ഥത വേറുള്ളവരെ സഹായിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. സ്വന്തക്കാർക്കാണെങ്കിൽ നമ്മൾ എന്തും നൽകാനും തയ്യാറാണ്. എങ്കിൽ അള്ളാഹിൻ്റെ സഹായം കിട്ടാൻ അള്ളാഹിൻ്റെ സ്വന്തക്കാരനാകുക. അള്ളാഹിൻ്റെ സ്വന്തക്കാർ. റസൂൽ ഒരിക്കൽ പറയാണ്, കേൾക്കണം നമ്മൾ ഈ ഹദീസ്, കേൾക്കാതെ പോകരുത്. റസൂൽ പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. ഇബ്നു മാജയുടെ 215 നമ്പർ ഹദീസാണ്. സഹഹു അൽബാനി, ഷെയ്ഖ് അൽബാനി സ്വഹീഹാണെന്ന് പറഞ്ഞ 215 നമ്പർ ഹദീസാണ് ഇബ്നു മാജന്റെ. റസൂൽ പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. ജനങ്ങളിൽ അള്ളാഹ്ക്ക് ചില സ്വന്തക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ജനങ്ങളിൽ അള്ളാഹുവിന് ചില സ്വന്തക്കാരുണ്ട്, ചില ബന്ധുക്കളുണ്ട്. ഖാലൂ യാ റസൂലല്ലാഹ്. അവർ ചോദിച്ചു, അള്ളാഹിന്റെ റസൂലേ, മൻഹും, ആരാണത്? വല്ലാത്തൊരു കൗതുകമാണ് അവർക്ക്. അള്ളാഹിന്റെ സ്വന്തക്കാരോ? അള്ളാഹിന്റെ സ്വന്തക്കാരോ? ആരാണവർ റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ, അഹ്ലുല്ലാഹി വഖാസത്തുഹു. അത് ഖുർആന്റെ ആൾക്കാരാണ്, ഖുർആനിന്റെ ആൾക്കാരാണ്. അള്ളാഹുവിന് മാത്രമുള്ള ആൾക്കാരാണ് അവര്. വഖാസത്തുഹു, അള്ളാഹ്ക്ക് മാത്രമുള്ള ആൾക്കാരാണ്. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. ആര്? അള്ളാഹിന്റെ ബന്ധുക്കൾ, അള്ളാഹിന്റെ സ്വന്തക്കാർ. അപ്പോൾ അള്ളാഹ് ആരായിരിക്കും ആദ്യം സഹായിക്കുക? അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹിൻ്റെ സഹായം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഏത് ഫാജിറിനും ഫാസിക്കിനും കിട്ടുന്നുണ്ട്. എല്ലാവരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട നിർണായകമായ ചില സഹായങ്ങളുണ്ട്. അതാർക്കാണെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്വന്തക്കാർക്ക്. അത് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. ഖുർആന്റെ ആൾക്കാരായിട്ട് മാറാൻ കഴിയണം സഹോദരങ്ങളെ. എങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടും. അബൂദാവൂദിൻ്റെ 1464 നമ്പർ ഹദീസ്, അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫി ദുനിയ ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ. മരിച്ചെന്ന് പരലോകത്തെത്തിയാൽ നമ്മളൊക്കെ എങ്ങനെ ചിന്തിക്കും? മരിച്ചോല അവസ്ഥ എന്താ? നമ്മളെ വാപ്പ മരിച്ചുപോയി, വാപ്പാൻ്റെ അപ്പത്തെ അവസ്ഥ എന്താ? അമ്മാൻ്റെ അപ്പത്തെ അവസ്ഥ എന്താ? മരിച്ച ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ? നമുക്കാർക്കൊന്നും അറിയില്ല. റസൂൽ പറയാണ്, ഒരു ഖുർആൻ പഠിതാവ് മരിച്ചാൽ, ഖുർആൻ പഠിച്ച ഒരാൾ മരിച്ചു പോയാൽ അവനോട് പരലോകത്ത് വെച്ച് അള്ളാഹ് പറയാണ്, നീ ഓതുക, ഉയർന്നുകൊണ്ടിരിക്കുക. ഉറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ, ദുനിയാവിൽ ഖുർആൻ തർത്തീലാക്കിയതുപോലെ നീ തർത്തീലാക്കുക. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ അവസാന ഓതിയ ആയത്തിന്റെ മനസ്സിൽ സ്ഥാനാണ് പരലോകത്ത് നിന്റെ സ്ഥാനം. നമ്മുടെ സ്ഥാനം, നമ്മുടെ ദറജ, പദവി നിർണ്ണയിക്കുന്നത് നമ്മൾ ഓതുന്ന ആയത്തും നമ്മൾ പഠിക്കുന്ന ആയത്തും ഒക്കെയാണ് സഹോദരങ്ങളെ. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. മുൽക്കിലെ 22 അള്ളാഹ് ചോദിക്കുകയാണ്. ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, ദുർമാർഗത്തിൽ തലകുത്തി മറിയുന്നവനും ആ മറിയുന്നവനാണോ അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമാകുന്ന ഖുർആനിൻ്റെ നേർവഴിക്ക് ജീവിക്കുന്നവനും ആ നേർവഴിക്ക് നടക്കുന്നവനും അധർമ്മങ്ങളിൽ തലകുത്തി മറിയുന്നവനും ഒരുപോലെയാണോ എന്നുള്ള ചോദിക്കണം. സുഹൃത്ത്, തബാറക്കാണിത്, തബാറക്കാണ്. മരിച്ചിട്ട് കബറടക്കിയതിന് ശേഷം കബറിൻ്റെ മേലെ ഇരുന്നിട്ട് ഓതേണ്ടതല്ലത്. ജീവിക്കുമ്പോൾ 2 കാലിൽ നടക്കുമ്പോൾ ഓതേണ്ടതാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. സിറാത്തുൽ മുസ്തഖീം, യാസീൻ വൽ ഖുർആൻ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തുൽ മുസ്തഖീം തൻസീലൽ അസീസ് റഹീം. അതാണ് വഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഖുർആനാണ് സിറാത്തുൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഖുർആനിലേക്ക്, ഖുർആനിൻ്റെ മാർഗത്തിലേക്ക് എന്നെ നീ ചേർക്കണമേ എന്നാണ്. തെക്കോട്ട് നടന്നിട്ട് വടക്കോട്ടാക്കണമെന്ന് പറഞ്ഞ ഉത്തരം കിട്ടുമോ? തെക്കോട്ട് നടക്കുക, അങ്ങോട്ട് വടക്കോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം 17 തവണയാണ്. 17 തവണയാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർക്കണമേ. സിറാത്തുൽ മുസ്തഖീം ഖുർആനാണ്. ഖുർആൻ പഠിക്കാതെ എങ്ങനെ നമുക്കതിലേക്ക് ചേരാൻ കഴിയാം? നമ്മൾ ആലോചിക്കണം. ചോദിക്കുന്നതിനോട് നമുക്ക് ആത്മാർത്ഥതയുണ്ടോ?
ഒമങ്കാന മൈത്തൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ് കമൻ മഥലുഹു ഫി ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. സൂറത്ത് അൻആം 22 6-22. അത് ചോദിക്കാണ്. അള്ളാഹു ഇവിടെ ജീവിതം തന്നിട്ട് അള്ളാഹ് തന്ന പ്രകാശത്തിൻ്റെ പിന്നാലെ നടന്നു പോണ ഒരാളും കമൻ മഥലുഹു ലൈസ ബിഖാരിജിൻ മിൻഹാ, ഈ ഇരുട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത വിധം ജീവിച്ചു മരിക്കുന്നവനും ഒരുപോലെയാണോ? എല്ലാത്തൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ സ്വന്തം കണ്ടെത്തിരിപ്പിരിഞ്ഞു പോവുക. ഒരിക്കലും ഇരുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത ഒരാളും അള്ളാഹു തന്ന ഈ പ്രകാശത്തിലൂടെ നടന്നു പോകുന്നവനും ഇതിലേതാ വേണ്ടത്? ചിന്തിക്കുക. ഒരു രാത്രിയെങ്കിലും അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. സൂറത്ത് സുമർ. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, രാത്രിയുടെ അവസാന യാമങ്ങളിൽ നിന്നുകൊണ്ടും സുജൂദിലായിക്കൊണ്ടും ഭക്തി കാണിച്ച് റബ്ബിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം, രാത്രി നിസ്കാരം. എന്നിട്ട് ആ നിസ്കാരത്തിൽ അവൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. യഹ്ദറുൽ ആഖിറ, പരലോകത്തെ പേടിച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. വയർജു റഹ്മത റബ്ബി, റബ്ബിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവൻ നിസ്കരിക്കുന്നത്. ഒരു ദിവസമെങ്കിലും, ഒരു നേരമെങ്കിലും ഇങ്ങനെയാകാൻ നമുക്ക് പറ്റേണ്ട സഹോദരങ്ങളെ. അള്ളാഹിൻ്റെ കലാമ് സുദീർഘമായി ഓതി, ആ ഓതുന്നതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിച്ച് അങ്ങനെ ഒരു കണ്ണീരോടുകൂടി ഒരു റുക്കുവും സുജൂദൊക്കെ ചെയ്ത് സഹോദരങ്ങളെ ഒരു നേരമെങ്കിലും നമുക്ക് കിട്ടിയാൽ, മരിക്കുന്നതിന് മുമ്പ് ഒരു പകലെങ്കിലും, ഒരു രാത്രിയെങ്കിലും, ഒരു വക്തെങ്കിലും നമുക്ക് മരിക്കുന്നതിന് മുമ്പ് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങൾ. അള്ളാഹ് ചോദിക്കുകയാണ്, ഹൽ യസ്തവി ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, ഖുർആന്റെ ഇൽമുള്ളവരും ഖുർആന്റെ ഇൽമില്ലാത്തവരും ഒരുപോലെയാണോ? ഇതിന്റെ ജവാബുണ്ട്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാരും നരകക്കാരും സമല്ല. ഹൽ യസ്തവി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മരണസമയം 2 മരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 2 മരണം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. സൂറത്ത് നഹ്ലിലെ 16-ാം അധ്യായത്തിലെ 28 മുതൽ 32 വരെയുള്ള ആയത്ത് മുഴുവനും വായിക്കണില്ല. 2 മരണം പറയുന്നുണ്ട്. ഒന്ന്, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച് ജീവിച്ച മനുഷ്യന്മാരെ മരിപ്പിക്കണ രംഗം. അതിലെ മറ്റൊന്ന്, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു ത്വയ്യിബീന, നല്ല ആത്മാവ് മരിപ്പിക്കുന്ന, മരണപ്പെട്ടു പോകുന്ന 2 തരം മരണം സൂറത്ത് നഹ്ലിൽ എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ഒഴിവ് കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ഞാനിത് പറഞ്ഞതിനാണെന്നറിയോ? ഈ ആയത്ത് പറയുമ്പോൾ അള്ളാഹു പറയാണ്, നല്ല മനുഷ്യന്മാർ ത്വയ്യിബീന, മരിക്കുമ്പോൾ ത്വയ്യിബായ ആൾക്കാരോടാണ് തിബ്ത എന്ന് ഖുർആൻ പറഞ്ഞത്. എങ്ങനെ? മലക്കുകൾ പറയും, ഒരു വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ, മുത്തഖീങ്ങളെയാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കണോല. ഓലെങ്ങനെ കൂട്ടമായി സ്വർഗത്തിന്റെ കവാടത്തിന് അടുക്കലെത്തി മലക്കുകൾ പറയും കടന്നോളൂ എന്ന്. സലാമുൻ അലൈക്കും തിബ്തും, ആ തിബ്തും അതാണ് ത്വയ്യിബീന. നന്നായി, വെരി ഗുഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തിബ്ത്ത് എന്ന് പറഞ്ഞത് നന്നായി ജീവിച്ചവർ. ഇപ്പം നേരത്തെ പറഞ്ഞ മരണം ഉണ്ടല്ലോ, മലക്കുകൾ മുഖത്തും പുറത്തും ഒക്കെ അടിച്ചിട്ട് എന്നിട്ട് എടുക്കട അഖ്രിജു അൻഫുസക്കും എന്ന് പറയുന്നൊരു മരണം ഉണ്ടല്ലോ. അതിനുശേഷം അള്ളാഹ് പറയാ, ത്വയ്യിബായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ആയത്ത് ഇങ്ങനെയാണ്, വഖീല ലില്ലദീന തഖൗ, മുത്തഖീങ്ങളായ ആളുകൾ മരിക്കുന്ന സമയത്ത് ചോദിക്കപ്പെടും, മാദാ അൻസല റബ്ബുക്കും, നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് എന്താ ഇറക്കി തന്നതെന്ന്. ഈ ചോദ്യത്തോടു കൂടി ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാം. മരണസമയത്ത് മുത്തഖിയായ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ചോദിക്കപ്പെടും. ആ ചോദ്യം മലക്കളെ ചോദ്യമാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിക്കുന്ന ആൾക്കാരാണ്. മരിക്കണ സമയത്തുള്ള ചോദ്യം എന്താ? ചോദ്യം മാദാ അൻസല റബ്ബുക്കും, എന്താ റബ്ബ് നിനക്ക് ഇറക്കി തന്നത് എന്ന്.
എന്താ മറുപടി എന്നറിയോ? ഖാലൂ ഖൈറാ, ഖാലൂ ഖൈറാ. അള്ളാഹ് ഇറക്കി തന്നത് കുറേ ഖൈറുകളായിരുന്നു പഠിച്ചവനെ. ഇറക്കി തന്നത് ഖുർആനാണ് അല്ലേ? ആ ഖുർആൻ എങ്ങനെ ഖൈറായ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. മുത്തഖിയായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിന്റെ റബ്ബ് എന്തിറക്കി തന്നു? അവന്റെ മറുപടി ഖാലൂ ഖൈറാ. ഇത് പറയാൻ നമുക്ക് പറ്റുമോ? കുറെ ഖൈറുകളാണ് ഇറക്കി തന്നതെന്ന് പറയാൻ പറ്റണമെങ്കിൽ അനുഭവത്തിലൂടെ പറയാൻ കഴിയണം. സ്വന്തം അനുഭവത്തിലൂടെ ജീവിതത്തിൽ അത് ഉണ്ടാകണം. അതുള്ളവർക്കേ മരിക്കുന്ന സമയത്ത് എനിക്കെൻ്റെ റബ്ബ് ഇറക്കി തന്നത് അള്ള പറയാണ്, അള്ളയാണ് ഇതൊക്കെ പറഞ്ഞത്. ഒരാൾക്കും അറിയില്ല നമ്മൾ മരിക്കുന്ന സമയത്ത് എന്തൊക്കെ അവസ്ഥ എന്ന്. ഒരാൾക്കും പറയാൻ കഴിയില്ല, അള്ളാഹ്ക്കേ പറയാൻ പറ്റുള്ളൂ. അള്ള പറഞ്ഞു തരികയാണ്. അവർ പറയും ഖാലൂ ഖൈറാ. ഇത് പറയേണ്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞുകൊണ്ടായിരിക്കണ്ടേ നമുക്ക് മരണപ്പെട്ടു പോകേണ്ടത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളൊരു പ്രതിജ്ഞ എടുക്കുക. ഈ 4 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കാൻ ഒരു നോട്ട് പുസ്തകവും പേനയുമായി വന്നിരുന്ന് പഠിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബർസഖിയ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. വീടുകളിലും ആശുപത്രികളിലും രോഗികളായി കിടക്കുന്നവരുണ്ട്. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട്. ഖുർആൻ പഠിതാക്കളിൽപ്പെട്ട പലരും പല ആവശ്യങ്ങളുള്ളവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ തദബ്ബുറുൽ ഖുർആൻ 5-6 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. കിഡ്നി രോഗികളായ ആൾക്കാരുണ്ട്, ക്യാൻസർ രോഗികളായ ആളുകളുണ്ട്, വീടില്ലാത്ത ആളുകളുണ്ട്, വാടക വീട്ടിൽ താമസിക്കുന്നവർ ഖുർആൻ പഠിതാക്കളുടെ കൂട്ടത്തിലുണ്ട്. സഹോദരങ്ങളെ, നിങ്ങളുടെ സക്കാത്തും സ്വതക്കയുമൊക്കെ അത്തരം ആളുകൾക്ക്, അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം എന്നൊരു വസിയത്ത് കൂടി എനിക്കുണ്ട്. ഖുർആൻ പഠിതാക്കൾക്ക്, ഖുർആൻ പഠിതാക്കളിൽപ്പെട്ട പാവങ്ങൾക്ക്, ആവശ്യക്കാർക്ക്, രോഗികൾക്ക് ഒരുപാട് ആളുകളുണ്ട്. നമ്മോട് ആവശ്യപ്പെട്ടവരുണ്ട്, നമുക്ക് അപേക്ഷകൾ തന്നവരുണ്ട്. അവരൊക്കെ നമ്മൾ സഹായിക്കണം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങൾക്ക് വരും. ആ സമയത്ത് നിങ്ങൾ അതുമായി നന്നായി സഹകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉറപ്പെടുത്തുകയാണ്. നമ്മൾ കൊടുക്കേണ്ടത് അള്ളാഹിൻ്റെ സഹായം കിട്ടുന്ന, അവർക്ക് ഖുർആൻ പഠിക്കുന്ന, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക്. അങ്ങനെയുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പം അവരാണ് അതിനൊക്കെ അർഹതപ്പെട്ട ആൾക്കാർ. അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. 24 വയസ്സുള്ള ഒരു പെൺകുട്ടി, ത്വാഹ ബീച്ചിൽ ഞാൻ ഖുത്ബ പറയുന്ന മഹൽ, 24 വയസ്സുള്ള ഒരു പെൺകുട്ടി കിഡ്നി മാറ്റി, 2 കിഡ്നിയും തകരാറിലായി. അത് മാറ്റിവെക്കാൻ 15 ലക്ഷം ആവശ്യമുണ്ട്. ഒരു പാവപ്പെട്ട പ്രായമായ ഒരു മത്സ്യത്തൊഴിലാളിയാണ് ആ കുട്ടിയുടെ വാപ്പ. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ നമ്മോട് സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം താഹബീച്ച് പള്ളിയിൽ ഒരു പിരിവ് കളക്ഷൻ നമ്മൾ നടത്തുകയുണ്ടായി. സഹോദരങ്ങളെ, ഖുർആൻ പഠിതാക്കളിൽ ഇങ്ങനെ പലരുമുണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഖുർആൻ പഠിതാക്കളെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. നമുക്കെത്രയോ അനുഭവങ്ങൾ ഈ ചെന്നൈയിൽ തന്നെയുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയാണ്, പരസ്പരമുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹു സ്വീകരിക്കും ആ പ്രാർത്ഥന എന്ന കാര്യം തർക്കമില്ല. അതിനാണ് ഞാൻ 3-4 ആയത്തുകൾ ഞാൻ ഇവിടെ നമ്പർ പറഞ്ഞ് നിങ്ങൾക്ക് ഓതി തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി തരുമാറാവട്ടെ. നമ്മുടെ മനസ്സുകൾക്കുള്ള സങ്കടം, നമ്മളെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമാണ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഹ ഹുസ്നി വദഹാബ ഹമ്മി. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ് ഈ ഖുർആനിനെ എൻ്റെ ദുഃഖത്തിൻ്റെ പരിഹാരം, എൻ്റെ മനോവേദനയെ നീക്കിക്കളയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശം, എൻ്റെ മനസ്സിൻ്റെ വെളിച്ചമാക്കി കൊണ്ട് പടച്ചോനെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഖുർആൻ അതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് നീക്കി തരുമാറാവട്ടെ. കച്ചവടത്തിൽ, നമ്മുടെ ഇടപാടുകളിൽ ഒക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ആരോഗ്യത്തിൽ, ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾക്കൊക്കെയും ഒരുപാട് കാലം, ദീർഘകാലം ഖുർആൻ പഠിക്കാനുള്ള, അതിലൂടെയുള്ള ദറജ കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്, പ്രയാസപ്പെടുന്ന പലരുമുണ്ട്.
മാതാപിതാക്കൾക്ക് രോഗികളായിട്ടുള്ള മക്കൾ ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാവട്ടെ. താഴെ നമ്മളെ ചെറിയ മക്കൾക്കുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കവിടെ പ്രവാചകന്മാരെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്ക് മനോഹരമായി ഖുർആനിൻ്റെ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് അത് പരസ്പരം അത് തിരിച്ച് ഓദിച്ച് അവർക്ക് ചെറിയ ചെറിയ സൂറത്തുകൾ അവരെ കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. പല ഇസ്ലാമികമായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മളെ മക്കൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരുടെയും ചെറിയ മക്കൾ, 10 വയസ്സിന് താഴെയുള്ള മക്കൾ, അവർ ഈ സമയം നിങ്ങൾ ഇവിടെ ഇരുന്ന അത്രയും സമയം ആ മക്കൾ ഖുർആൻ ഓതിയായിരുന്നു, അവർ ദീന് പഠിക്കുകയായിരുന്നു, അവർ ദീനിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയായിരുന്നു, പ്രവാചകന്മാരെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. നല്ല ഒരു അനുഗ്രഹീതമായ സമയമാണ് സഹോദരങ്ങളെ. നമുക്കും നമ്മുടെ മക്കൾക്കും എത്രയും സമയം നമ്മൾ ചിലവഴിച്ചത്. ഒരിക്കലും ഈ ഇരുത്തം, ഈ സമയം നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. നാളെ പരലോകത്തേക്ക് നമ്മളെ ഖബറിലേക്കുമുള്ള ഒരു വലിയ സമ്പാദ്യമായിരിക്കും ഇത് എന്ന് നമ്മൾ ഓർക്കുക. അതേപോലെ അത് തുടർത്തിക്കൊണ്ടുപോകാൻ, മരണം വരെ തുടർത്താൻ ആവശ്യമായ, സബാത്ത് കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ കൂടി, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ ഒരു പ്രതിജ്ഞ കൂടി എടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് വസിയ്യത്ത് പറയാനോ എഴുതാനോ പറ്റാത്ത വിധമുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് മക്കൾ പോലും ശപിച്ചു പറയുന്ന മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ പൊന്നുമക്കളെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള, ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും തീവ്രമായ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബനാ മിനൻ നാർ ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമേ എഴുന്നേൽക്കാവൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയുള്ളൂ.